കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ അവസാനമായി ലഭിക്കാനുള്ള ക്ഷേമ പെൻഷൻ 1600 രൂപ വെച്ച് നവംബർ മാസത്തേതു കൂടി കൂട്ടി ക്രിസ്തുമസിന് മുന്നേ വിതരണം ചെയ്യുന്നതായിരിക്കും. ഒരാൾക്ക് 3200 രൂപയായിരിക്കും വിതരണം ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട ധനവകുപ്പിൻ്റെ നിർണായക ഉത്തരവ് വരുന്നതിനു വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതോടൊപ്പം ക്ഷേമനിധി ബോർഡ് വഴി സഹായം വാങ്ങുന്നവർക്കും ക്രിസ്തുമസിന് ഒരു സഹായം എന്ന നിലക്കായിരിക്കും 2 ഗഡു വിതരണം 3200 രൂപ ലഭിക്കുക. ഏറ്റവും അവസാനമായി നവംബർ 6-നാണ് അവസാനമായി വിതരണം നടത്തിയത്. എന്നാൽ ഈ മാസത്തിൽ കഴിഞ്ഞ മാസത്തെ തുക കൂടി കൂട്ടി ഒരുമിച്ച് നൽകുന്നതാണ്. ക്രിസ്തുമസിന് മുന്നേ എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലായിരിക്കും വിതരണം ക്രമീകരിക്കുക. നിലവിൽ 3000 കോടി രൂപയാണ് വിതരണത്തിനായി കണ്ടെത്തേണ്ടത്. ഇത് സഹകരണ സംഘത്തിൽ നിന്നും വായ്പയെടുത്ത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതിനെ കുറിച്ച് സഹകരണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും അനുയോജ്യമായ കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും തരത്തിലും എല്ലാമായിരിക്കും വിതരണം നടത്തുക. വരുന്ന ആളുകൾക്കാണ് നിലവിൽ സർക്കാരിൻ്റെ ഈ ആനുകൂല്യം ലഭിക്കുക. വിവിധ മേഖലകളിൽ പരിശോധന നടത്തിയാണ് അർഹരായവരെ കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവിധ രേഖകൾ സമർപ്പിക്കണം എന്നാണ് ആളുകൾ ചോദിക്കേണ്ടുന്നത്. പ്രത്യേകിച്ച് വരുമാനം സംബന്ധിച്ച രേഖകൾ. ഇത് എല്ലാ വർഷവും സമർപ്പിക്കണമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഇപ്പോൾ ഹാജരാക്കേണ്ടതില്ല. സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം മാത്രം രേഖകൾ സമർപ്പിച്ചാൽ മതിയാകും. പെൻഷൻ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചവർക്ക് ഈ മാസവും മുടങ്ങാതെ തന്നെ എത്തുന്നതായിരിക്കും. ബാങ്കുകൾ നേരിട്ട് വരുന്നവർക്ക് അങ്ങനെയും വീടുകളിൽ എത്തുന്നവർക്ക് അങ്ങനെയും ലഭിക്കുന്നതായിരിക്കും. ഇനി 2025-ൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത് എന്ന് അറിയിപ്പുണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത വിതരണം. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരെത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക.